വമ്പൻ പ്രഖ്യാപനങ്ങളുമായി തമിഴ്നാട്ടിൽ വിജയ് സർക്കാരിന്റെ ആദ്യ ബജറ്റ്. പെൺകുട്ടികൾക്ക് വിവാഹത്തിന് 1 പവൻ സ്വർണം സൗജന്യമായി നൽകുമെന്ന് പ്രഖ്യാപിച്ചു. വിദ്യാർത്ഥികൾക്ക് സൗജന്യമായി ലാപ്ടോപ്പ് നൽകുമെന്നും കന്നി ബജറ്റിൽ പ്രഖ്യാപനം. ജനപ്രിയമായ നിരവധി പ്രഖ്യാപനങ്ങളാണ് ടി.വി.കെ സർക്കാരിന്റെ കന്നി ബജറ്റിലുള്ളത്. പെൺകുട്ടികൾക്ക് വിവാഹത്തിന് 1 പവൻ സ്വർണവും പട്ടുസാരിയും നൽകുമെന്ന് ബജറ്റിൽ പ്രഖ്യാപിച്ചു. 812 കോടി രൂപ ഇതിനായി വകയിരുത്തി. പ്രചാരണഘട്ടത്തിൽ ടി.വി.കെ മുന്നോട്ട് വെച്ച അണ്ണൻ സീർത്തിട്ടം പദ്ധതിയിലൂടെയാണ് പ്രഖ്യാപനം. വിവാഹിതരാകാൻ പോകുന്ന യുവതികൾക്ക് സ്വർണവും ഒരു സാരിയും നൽകുന്നതാണ് പദ്ധതി. വിദ്യാർത്ഥികൾക്കുള്ള പ്രഖ്യാപനവും ബജറ്റിൽ ഇടം പിടിച്ചു. വെട്രി ലാപ്ടോപ്പ് സ്കീമിനായി 2000 കോടി രൂപ അനുവദിച്ചു. കോളേജ് വിദ്യാർത്ഥികൾക്ക് സൗജന്യമായി ലാപ്ടോപ്പ് നൽകും. സർക്കാർ എയ്ഡഡ് സ്കൂളുകളിൽ പഠിക്കുന്ന 5.3 ലക്ഷം +1 വിദ്യാർത്ഥികൾക്ക് ഹെൽമറ്റും വാട്ടർ ബോട്ടിലും ഉൾപ്പെടെ സൈക്കിളുകൾ നൽകും. പുതിയ പയനം പുതിയ വേഗം എന്ന പേരിട്ട പദ്ധതിക്ക് 277 കോടി രൂപയാണ് നീക്കിവെച്ചത്. விஜய் மாமா என பாசம் அழைக்கும் குழந்தைகள் செல்வங்களை பற்றி நாள்தோறும் சிந்திப்பவர் நமது மாண்புமிகு முதலமைச்சர் அவர்கள். அக்குழந்தைகளை தினமும் வரும் அங்கன்வாடி மையங்களில் அவர்களுக்கான ஆரம்பகால பராமரிப்பு மற்றும் சேவையை நல்ல முறையில் வழங்கிடவும் வகையிலும் மையத்திற்கு வரும் குழந்தைகள் மகிழ்ச்சியுடன் ஆரோக்கியத்துடன் இருப்பதை உறுதி செய்திடவும் வகையிலும் பாதுகாப்பான குடிநீர், கழிவறைகள், மின்சார இணைப்பு உள்ளிட்ட அடிப்படை வசதிகளை உள்ளடக்கிய 500 அங்கன்வாடி மையம் கட்டடங்கள் நடப்பாண்டில் கட்டப்படும். മുൻ മുഖ്യമന്ത്രി കെ കാമരാജിന്റെ പേരിൽ പെരുന്തലൈവർ കാമരാജ് മോഡൽ സ്കൂൾസ് പദ്ധതി പ്രഖ്യാപിച്ചു. ആധുനിക റെസിഡൻഷ്യൽ സ്കൂളുകൾ സ്ഥാപിക്കുമെന്നും പ്രഖ്യാപനം. 9 മുതൽ 12 ക്ലാസ് വരെയുള്ള വിദ്യാർത്ഥികൾക്ക് വിദ്യാഭ്യാസം, ഭക്ഷണം, യൂണിഫോം, താമസം, പാഠപുസ്തകങ്ങൾ എന്നിവ സൗജന്യമാക്കും. ആരോഗ്യ സംരക്ഷണത്തിന് പ്രത്യേക പദ്ധതി തയ്യാറാക്കി. സ്കൂൾ അടിസ്ഥാന സൗകര്യ വികസനത്തിനായി 125 കോടി രൂപയാണ് ടി.വി.കെ സർക്കാർ വകയിരുത്തിയത്. ടി.എൻ. സുധർ പദ്ധതിയിൽ ഉൾപ്പെടുത്തി 3200 കോടി രൂപ ചെലവിൽ 200 ആധുനിക സ്കൂൾ ഹോസ്റ്റലുകൾ നിർമ്മിക്കും. സ്പെഷ്യൽ പർപ്പസ് വെഹിക്കിൾ സ്ഥാപിക്കാൻ 10 കോടി രൂപ വകയിരുത്തി. സൂപ്പർ ക്ലീൻ സൂപ്പർ ക്യാമ്പസ് പദ്ധതിയുടെ കീഴിൽ ആദ്യഘട്ടത്തിൽ 10,000 സ്കൂളുകൾ ശുചീകരണം, കുടിവെള്ളം, ടോയ്ലറ്റ് പരിപാലനം, 24 മണിക്കൂറും സുരക്ഷ എന്നിവ ഉറപ്പാക്കാനും പദ്ധതിയുണ്ട്. ഡ്രഗ് ഫ്രീ തമിഴ്നാട് എന്ന ആശയവും ബജറ്റിൽ മുന്നോട്ട് വയ്ക്കുന്നു. മത്സ്യത്തൊഴിലാളികളുടെ പ്രതിമാസ വേതനം 6000 രൂപയിൽ നിന്ന് പ്രതിമാസ വേതനം 7000 രൂപയായി ഉയർത്തി. 2026-27 സാമ്പത്തിക വർഷത്തേക്കുള്ള ടി.വി.കെ സർക്കാരിന്റെ കന്നി ബജറ്റാണ് ധനമന്ത്രി എൻ മേരി വിൽസൺ നിയമസഭയിൽ അവതരിപ്പിച്ചത്. നാളെയാണ് ടി.വി.കെ സർക്കാരിന്റെ കാർഷിക ബജറ്റ് അവതരണം. നാഷണൽ ഡെസ്ക് സി മലയാളം ന്യൂസ്. ഏറ്റവും പുതിയ വാർത്തകളും വിശേഷങ്ങളും വിരൽത്തുമ്പിലറിയാൻ സി മലയാളം ന്യൂസ് എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ലഭ്യം.